ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് വിളിക്കുന്നത് ടോക്കൺ. ഓക്കെ, ടോക്കൺ. ഓക്കെ, ആ വേർഡ് മറക്കരുത്. ഏത് പ്രോഗ്രാം എടുത്താലും അതിന്റെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് നമുക്ക് പറയുന്നത് ടോക്കൺ ആണ്. ടോക്കണെ നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: കീവേഡ്സ്, ഐഡന്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. ഇങ്ങനെ 5 കാര്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലത്തെ ഫസ്റ്റ് വണ്ണിലേക്ക് പോവാം. കീവേഡ്സ്. കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വേർഡ്സുകൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ മീനിങ് ഉള്ള ഒരു വേർഡാണ്. അതൊരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രം മാറ്റി വെച്ച വേർഡുകളായിരിക്കും. അത് നമ്മൾ ചെയ്തു തുടങ്ങുന്ന സമയത്ത്, പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കളർ മാറി വരുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ വേർഡ്സിനെ നമുക്ക് എന്ത് പറയാം? കീവേഡ്സ് ആണ്. നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ചില റിസർവ്ഡ് വേർഡ്സുകളാണ്. ആ വേർഡ്സുകൾക്ക് ഒരു സ്പെഷ്യൽ മീനിങ് ഉണ്ട്. അതൊരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? കീവേഡ്സ്. എല്ലാം പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്തു തുടങ്ങുന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി വരും ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, അത് മാറ്റി എഴുതിക്കണം, നിങ്ങൾക്ക് തെറ്റ് വരും എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ അതൊക്കെയാണ് കീവേഡ്സ്. എല്ലാം പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. കോൺസെപ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, ഇത് ഇൻഡ്, ഫ്ലോട്ട്, പ്രിന്റ്, ഇൻപുട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ എന്താണ്? കീവേഡ്സുകളാണ്. ഓക്കെ, അടുത്തത് മെയിനായിട്ട് വരുന്നത് ഐഡന്റിഫയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തി പോയ വാരിയബിളിന്റെ ഒരു ചെറിയൊരു എക്സ്റ്റൻഡഡ് വേർഷനാണ് ഐഡന്റിഫയർ. ഞാൻ വാരിയബിളിന് ഒരു പേര് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാ ഈ പേര് കൊടുക്കണേ? ആ കോൺസെപ്റ്റ് ആണ് ദ വേ ഓഫ് ഐഡന്റിഫൈങ് ഓർ ദ വേ ഓഫ് ഐഡന്റിഫൈങ് എ വാരിയബിൾ ഓർ ഗിവിംഗ് എ നെയിം ടു എ വാരിയബിൾ ഓർ എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഇൻ എ പ്രോഗ്രാം ഈസ് കോൾഡ് ഐഡന്റിഫയർ. നമ്മൾ എന്ത് രീതിയിലാണ് ഒരു പേര് കൊടുക്കുന്നത്, ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഐഡന്റിഫയർ എന്ന് പറയുക. അതിന് കുറച്ച് റൂൾസുകൾ ഉണ്ട്. എന്തൊക്കെയാ വെച്ചാൽ, ഒന്ന്, ഒരിക്കലും ആ നെയിം പറയുന്നത് കീവേഡ് ആവാൻ പാടില്ല. അതായത് ഒരിക്കലും നേരത്തെ മാറ്റി വെച്ച് എഴുതി വെച്ച കുറച്ച് വേർഡുകൾക്ക് ഉള്ള പോലെയാണ് നിങ്ങൾ പേര് കൊടുത്തു വെച്ചാൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല കമ്പ്യൂട്ടർ. സെക്കൻഡ് വൺ, നെയിം ഷുഡ് നോട്ട് സ്റ്റാർട്ട് വിത്ത് ഡിജിറ്റ് വെച്ച് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതായത് ഡിജിറ്റ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് തെറ്റേ വരുള്ളൂ, ആൻസർ കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അത് ആ വാരിയബിളിന്റെ പേര് അതിൽ കറക്റ്റായിട്ട് വരില്ല. അടുത്തത്, നെയിം ക്യാൻ കണ്ടെയ്ൻ ആൽഫബറ്റ്സ്, അണ്ടർസ്കോർ. സ്മോൾ ലെറ്ററും പറ്റും, ക്യാപിറ്റൽ ലെറ്ററും പറ്റും, അതേപോലെ അണ്ടർസ്കോറും പറ്റും. ഞാൻ കാണിച്ചുതരാം ഒരു എക്സാമ്പിൾ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും 3 ഇത് ആൽഫബറ്റ്സ് പറ്റും, അണ്ടർസ്കോർസ് പറ്റും. ആൽഫബറ്റ്സിൽ തന്നെ നമുക്ക് എന്ത് പറ്റും? സ്മോളർ കേസും അപ്പർ കേസും രണ്ടും പറ്റും കേട്ടോ. അതേപോലെ നെയിംസ് കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ഇൻക്ലൂഡ് നോ സ്പെഷ്യൽ സിമ്പിൾസ് ആർ അലൗഡ്. അതായത് ഒരു സ്പെഷ്യൽ സിമ്പിൾസും പാടില്ല, ഓൺലി അണ്ടർസ്കോർ മാത്രം, വൈറ്റ് സ്പേസും പാടില്ല. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇനി അഞ്ചാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ പൈത്തൺ കേസ് സെൻസിറ്റീവ് ആണ്. അതിൻ്റെ അടുത്ത് എന്താ പറയണതെന്ന് വെച്ചാൽ, അപ്പം ഞാനൊരു ക്യാപിറ്റൽ ആപ്പിളും കൊടുത്തു, സ്മോൾ ലെറ്റർ ആപ്പിളും കൊടുത്തു. ഫോർ എ ഹ്യൂമൻ ബീങ് രണ്ടും സെയിം ആണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിയുണ്ട്. പക്ഷെ കമ്പ്യൂട്ടറിന് ബുദ്ധിയുണ്ടോ? ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ ആപ്പിൾ എഴുതിയതും സ്മോൾ ലെറ്റർ ആപ്പിൾ എഴുതിയതും രണ്ടും രണ്ടാണ് മിഷന്. ഈവൻ നിങ്ങൾക്ക് അത് സെയിം ആയിരിക്കും, പക്ഷെ കമ്പ്യൂട്ടറിന് അത് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും രണ്ടാണ്. ഈവൻ ദോ അതിന്റെ മീനിങ് സെയിം ആണെങ്കിൽ കൂടി കമ്പ്യൂട്ടറിന് അത് രണ്ട് ആൾക്കാരായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. സോ അത്രയും 5 പോയിന്റ്സ് നിങ്ങൾ ആലോചിക്കണം. ഐഡന്റിഫൈസ് റൂൾസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് പേര് കൊടുക്കണമെന്ന്. ഒന്ന്, നെയിംസ് എന്താണ്? should always start with or should contain alphabets, underscore. Should not start with or should not start with digit. Should not be a keyword. Should not contain any extra special symbols. ഓക്കെ, ഇൻക്ലൂഡിങ് വൈറ്റ് സ്പേസ്. പിന്നെ പൈത്തൺ കേസ് സെൻസിറ്റീവ് ആണ്. പിന്നെ സ്പെഷ്യലി അഡീഷണലി ഞാൻ പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, കൊടുക്കുമ്പോൾ പേര് എപ്പോഴും അതിനൊരു മീനിങ് ഫുൾ ഉണ്ടാവണം. ആ ഒരു പ്രോഗ്രാമിന് ആപ്റ്റായ പേരുകൾ കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് നമ്മളവിടെ പോയിട്ട് ഹൈറ്റ് എഴുതി വെക്കാൻ പാടില്ല. എന്തിനാണോ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള വാരിയബിൾസിന്റെ പേര് കൊടുത്താൽ ആരത് പ്രോഗ്രാം കാണുന്ന സമയത്തും ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഓക്കെ ദിസ് ഈസ് ഫോർ ദിസ് പർപ്പസ്, ഇതിന് വേണ്ടിയാണ് ഈ വാരിയബിൾ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ഒരു ഗസ് നടത്താൻ പറ്റും. ഓക്കെ, അപ്പം അതുകൊണ്ട് അതിൻ്റെ 6ാമതൊരു റൂളായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇറ്റ് ഷുഡ് ബി മീനിങ് ഫുൾ ആൻഡ് ഇറ്റ് ക്യാൻ ബി റിലേറ്റഡ് ടു യുവർ പ്രോഗ്രാമിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആസ് എ റൂൾ. ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 5 വാല്യൂസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗസ് ചെയ്യാം ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഐഡന്റിഫയർ എന്ന് പറയാം. ഞാൻ അതിൽ ടിക്കറ്റ് വെച്ചൊന്നും നിങ്ങൾക്ക് ഗസ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും കൂടി പറയാണ്. അതിൽ നമുക്ക് ABC അണ്ടർസ്കോർ ഹലോ എന്ന് പറയുന്നത് ഓൾ ദ 5 ക്യാരക്ടറിസ്റ്റിക്സും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഹലോനെ കേസ് നോക്കുന്ന സമയത്ത് ഹലോ വരെ ഓക്കെയാണ്, പക്ഷെ പെർസെന്റേജ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ സിമ്പിൾ ആണ്, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 9 ഹലോ പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല, കാരണം ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് ഡിജിറ്റ്, അപ്പോൾ അത് വർക്ക് ചെയ്യില്ല. ഹലോ സ്പേസ് ഹായ് ഒരിക്കലും പറ്റില്ല, കാരണം എന്താണ്? അതിൻ്റെ ഇടയിൽ സ്പേസ് വന്നിട്ടുണ്ട്. ട്രൂ എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്, അതുകൊണ്ട് തന്നെ അത് പറ്റില്ല. അപ്പോൾ അതിൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു വാലിഡ് ഐഡന്റിഫയർ എന്ന് പറയുന്നത് ABC അണ്ടർസ്കോർ ഹലോ 19 എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ടോക്കൺ എന്ന് പറയുന്നത് പങ്ക്ച്വേറ്റേഴ്സ് ആണ്. നമ്മുടെ പ്രോഗ്രാമിൽ ഒരുപാട് സിമ്പിൾസുകൾ യൂസ് ചെയ്യും. ഓരോ സിമ്പിൾസിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ആ
ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് പങ്ക്ച്വേറ്റേഴ്സ്. ഇനി അതിലെ പേരുകൾ ചിലപ്പോൾ കുട്ടികൾക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്. നമ്മൾ ബ്രാക്കറ്റ്സ്, അതായത് പരാന്തസിസിൽ എഴുതുന്ന, അതായത് ഇങ്ങനെ ബ്രാക്കറ്റ് പോലെ ഒരു റൗണ്ടഡ് റെക്ടാങ്കിൾ പോലെ വരുന്ന റൗണ്ടഡ് ആയിട്ടുള്ള സാധനത്തെയാണ് പരാന്തസിസ് എന്ന് വിളിക്കുക. സ്ക്വയർ ബ്രാക്കറ്റ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നുള്ളത് കേളി ബ്രേസസ് ആണ്. പിന്നെ ഹാഷ് ഉണ്ട്, സെമി കോളൻ ഉണ്ട്, കോളൻ ഉണ്ട്, ഡബിൾ കോട്ട്സ് ഉണ്ട്, സിംഗിൾ കോട്ട്സ് ഉണ്ട്, എക്സ്ക്ലമേഷൻ ഉണ്ട്. ഇങ്ങനെ കുറച്ച് വേർഡ്സുകൾ ഉണ്ട്. ഈ വേർഡ്സുകളൊക്കെ ചിലപ്പോൾ കേൾക്കുമ്പോൾ പുതുതായിട്ട് കേൾക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ഇതിങ്ങനെ മനസ്സിലാക്കി വെക്കുക, ഓക്കെ ഇതൊക്കെയാണ് അതിന്റെ പേരുകൾ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ 3 ടോക്കൺസിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചു. കീവേഡ്സിനെ കുറിച്ച് പറഞ്ഞു, ഐഡന്റിഫൈസിനെ കുറിച്ച് പറഞ്ഞു, പങ്ക്ച്വേറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അടുത്ത നമുക്ക് അടുത്ത സെറ്റ് പറയാം. ഓക്കെ, താങ്ക് യു.